ഞാനും എൽസും കൂടെ എൽസുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഫ്ലാറ്റിൽ പോവുകയാണ്. ആളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്താ ഒന്നും അറിയത്തില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ. ബൈ. വീഡിയോ അടുത്തടിക്ക് മുമ്പുള്ള ഫോട്ടോ എടുപ്പാണ്. എന്തെങ്കിലും പറ, എന്തൊക്കെയാവും ഇങ്ങനെയല്ല പറയണ്ടായിരുന്നു. ഓക്കെ, ബൈ ബൈ വീടേ. ഞാൻ പോയിട്ട് വരാം. നല്ല ചെടികളും പൂക്കളൊക്കെ നിൽക്കുന്നു. കാദംബരി ഓക്കെ ആണ്, എല്ലാം സെറ്റാണ്. ബാ. ഞാൻ ഈ കോസ്റ്റ്യൂമാണ് ഉള്ളൊരു ടാങ്ക് ടോപ്പ്. നിൽക്കുമോ? ഫോട്ടോ എടുക്കട്ടെ. പാട്ടിപ്പെണ്ണിനെ കൊണ്ടുപോകുന്ന പോലെ എന്നെ കൊണ്ടുപോകുന്നു. മണവാട്ടിപ്പെണ്ണിന് ഓക്കെ. അതെ, താക്കോല് പൂട്ടകത്താ. മണവാട്ടി പെണ്ണ് ഇറങ്ങുമ്പോൾ പുറത്തേക്ക് വിട്ട് പൂട്ടണമെങ്കിൽ ഞങ്ങളുടെ വൻമതിൽ പൂട്ടുവാണ്. ഇതാണ് ഞങ്ങളുടെ ഉറപ്പ്. എല്ലായിടവും വിട്ട് കിടക്കുന്നു, പക്ഷേ എങ്കിലും ഫ്രണ്ടിൽ ഞങ്ങളുടെ ഉറപ്പാണ്, കുറുപ്പിൻ്റെ ഉറപ്പെന്ന് പറയും പണ്ട്. എന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും ഇതിൻ്റെ അകത്തൂടെയൊക്കെ കയറാൻ പറ്റുമെന്ന്. ഒരു സമാധാനം, സന്തോഷം, അതൊരു കാര്യമാണ്. ഇപ്പോൾ ബിബി ഇടയ്ക്ക് കളിയാക്കാറുള്ള പോലെ തക്കാളി പെട്ടിക്ക് ബീബി എന്താ ഗോദ്രേജിൻ്റെ ഫോട്ടോ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഗേറ്റൊക്കെ പൂട്ടി ഇറങ്ങി കേട്ടോ. വിശാല സുന്ദരമായ ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. എനിക്ക് എന്താണെന്നറിയത്തില്ല, എൻ്റെ നാട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണെന്നറിയില്ല. ഇവിടുത്തെ നാടും നാട്ടുകാരും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതൊക്കെ കഴിഞ്ഞ് ബസ് കയറി ചേർത്തലേന്ന് തവണക്കടവിൽ നിന്ന് ബോട്ട് കയറി വൈക്കത്ത് പോയാണ് വരുന്നത്. ഇത് ജങ്കാറ് കേട്ടോ. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ചെറുപ്പത്തിലെ, പക്ഷേ ഇതുവരെ ഞാൻ ജങ്കാറിൽ കയറിയിട്ടില്ല കേട്ടോ. ഞാനെപ്പോഴും ബോട്ടിലാണ് കയറി പോകാറുള്ളത്. വൈക്കത്തേക്ക് പോകുമ്പോഴുള്ള സ്റ്റോറികളൊക്കെ ഒത്തിരി പറയാറുണ്ടായിരുന്നു. ഈ തൊണ്ടിമുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിൽ കൂടുതലും ഭാഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് തവണക്കടവ് വൈക്കം ഈ ബോട്ടിൻ്റെ കരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് കേട്ടോ. ഒരിടയ്ക്ക് എനിക്ക് ബോട്ടിൽ കയറാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ കുമരകം ബോട്ട് ദുരന്തമില്ലേ, എൻ്റെ ചാച്ചൻ്റെ ചേട്ടൻ്റെ മുകളിൽ ലിസ് ചേച്ചിയുടെയൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ അതിൽ കയറാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സോളാർ ബോട്ടിലാണ്, സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞാൻ എപ്പോൾ കയറുമ്പോഴും ഈ ബോട്ടിലായിരിക്കും പോകാൻ പറ്റുക. നല്ല ഭയങ്കര വലുതാണ്, ഒത്തിരി സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊരു എന്താ പറയുക, ഉച്ചര സമയമായിരുന്നത് കൊണ്ട് തന്നെ അധികം ആൾക്കാരില്ലായിരുന്നു. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഞാൻ പോകുന്നത്. കുറേ പോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് റീലാക്കാന്നൊക്കെ പറഞ്ഞാണ് എടുത്തത്. പക്ഷേ എന്നാന്നറിയത്തില്ല, ഒന്നും ഇതുവരെ റീലായി മാറിയില്ല കേട്ടോ. ഞാനിങ്ങനെ അതാണ് തവണക്കടവ് ജംഗ്ഷൻ. അമ്മയുടെ വീട് ഇവിടെ കേളമംഗലത്താണ്, പള്ളിപ്പുറം കേളമംഗലത്തായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇതൊന്നും പുത്തിരിയില്ല. അവരുടെ കുട്ടിക്കാലത്ത് എന്താ പറയുക, ചന്തയിൽ പോകാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തലവേറുപ്പുറപ്പിൽ കയറി ഇറങ്ങിപ്പോയി ഒത്തിരി നൊസ്റ്റാൾജിയ കഥകളൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാറ്റും കൊണ്ട് പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആകാനായിട്ട് 6 രൂപയുടെ, അതായത് ഒരാൾക്ക് 6 രൂപ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 12 പേരേക്കൊന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കൂളിംഗ്, ശാന്തത, പീസ്ഫുള്ളൊക്കെ കിട്ടുമായിരുന്നു. പണ്ട് ഈ ടിക്കറ്റിന് 1 രൂപയായിരുന്നോ 2 രൂപയായിരുന്നു, പിൽക്കാലത്ത് 4 ആയിരുന്നു. ഈ റീസെൻ്റ്ലിയാണ് 6 രൂപ ആക്കിയത് കേട്ടോ. എന്നൊക്കെയുള്ള അതിമനോഹരമായ കഥകൾ പറഞ്ഞു. ഇനി എൽസിൻ്റെ കുറച്ച് കുട്ടിക്കഥകൾ കേൾക്കാം. സ്കൂളിൽ പഠിച്ച കുട്ടിയായിട്ട് പിന്നെ ഞങ്ങൾക്ക് തെറ്റത്തിൻ്റെ കാര്യം വല്യമ്മയായിട്ട് തലയുടെ പറമ്പിൽ
അടിച്ചു പൊളിച്ച് കല്യാണം കഴിക്കാതെ നടക്കണതിൻ്റെ പിന്നിലെ കാരണം മനസ്സിലായില്ലേ? പാരമ്പര്യം. എന്നെ വീട്ടിലെ എന്നെ നേരത്തെ കെട്ടിച്ചത് ചതം പറഞ്ഞൊക്കെ കെട്ടി ഞാനൊക്കെ പറഞ്ഞ അത് കെട്ടും അത്രയും. എൻ്റെ അപ്പൻ എന്തായിരുന്നു കുഴപ്പം? എൻ്റെ അപ്പൻ എന്തായിരുന്നു കുഴപ്പം? അപ്പം കുഴപ്പമൊന്നുമില്ല. എൻ്റെ ചതം പറഞ്ഞിട്ട് ഞാൻ കെട്ടിയിരുന്നാ എൻ്റെ കുഴപ്പമൊന്നും. എൻ്റെ അപ്പം പറഞ്ഞില്ലല്ലോ നല്ലതൊന്നും, അതുകൊണ്ട് ഞാൻ കെട്ടിയില്ല. പറയാനായിട്ട് പുള്ളി ഇല്ല തരും. മുട്ടറുന്നൊരു ആലോചന വന്ന് മുട്ടാറുന്നൊരു വേലയെന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നേ. എനിക്കിഷ്ടമായിരുന്നു പയ്യനൊക്കെ. അപ്പോൾ അന്നൊക്കെ ഈ മുട്ടാറുന്ന 6-ന് നടക്കായിരുന്നില്ല. അവർക്ക് റോഡ് സൈഡിൽ സ്ഥലം കൊണ്ട് വില അവിടെ വെക്കുമെന്ന് പറഞ്ഞു. ചതിനൊന്നും കെട്ടില്ല. ചതും പറഞ്ഞു അവിടുന്ന് കല്യാണം ഞാൻ മരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസമായാലും ഓട്ടം ചുറ്റി വള്ളം ചുറ്റി അവിടെ നിന്ന് കയറി വരികയെന്ന് പറഞ്ഞു. ചതിന് അവിടെ കൊണ്ട് കെട്ടിച്ചില്ല. ആ ചെറുപ്പം വേറെ കെട്ടി 3 ആൺമക്കളുണ്ട്. നല്ല കോടീശ്വരനായിട്ട് ജീവിക്കും. എല്ലാം അപ്ഡേറ്റഡ് ആണ്. പിന്നീട് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു ഒരു തീരെ ദുഃഖമുള്ളതുപോലെ മുഖത്ത് ചെറിയൊരു സങ്കടം. പാവം ചാച്ചൻ മേളിൽ കേൾക്കണം. നല്ലതാണെല്ലാം തോന്നുന്നല്ല. തീരെ ദുഃഖമാണ്. മുട്ട് കമന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കപ്പിൾസ് എന്ന് പറയുന്നത് എൻ്റെ അപ്പനും അമ്മയും കേട്ടോ. അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ലവും കെയറിങ്ങും അഫെക്ഷനും ഒക്കെ ഞാൻ എപ്പോഴും കാണുന്നതാണ്. ദേ ആർ ലൈക്ക് ഗുഡ് ഫ്രണ്ട്സ്. എന്താ പറയുക, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എപ്പോഴും സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ കളിയാക്കും. ഇതിന് മാത്രം എന്നതായി പറയാനുള്ള 36 കൊല്ലമായില്ലേ കല്യാണം കഴിച്ചിട്ട്. ചാച്ചൻ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അമ്മ ഇവിടെ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ പറയും, എൻ്റെ പൊന്ന് ചാച്ച അല്ലെങ്കിൽ എൻ്റെ പൊന്നമ്മേ, നിങ്ങൾ ഇപ്പോഴല്ലേ കണ്ടിട്ട് പോയതെന്ന്. ആൻഡ് ഐ മിസ് ദെയർ ബോണ്ടിങ്. അങ്ങനെ നമ്മൾ പറഞ്ഞ് വൈക്കം ചെട്ടിയിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സോഡ സർബത്തും. ഇത് തൊളവടയാണ് കേട്ടോ. ആക്ച്വലി മൈദ കൊണ്ടുണ്ടാക്കുന്ന വട. എൽസുൻ്റെ ഫേവറേറ്റ് ആണ്. ഉഴുന്നുവടയും പരിപ്പ് വടേനേക്കാളും ആൾക്ക് ഇതാണ് ഇഷ്ടം. അങ്ങനെ ഞാനും കഴിച്ചു. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് കഴിക്കാതെ ഇറങ്ങിയത് കൊണ്ടായിരുന്നു നല്ല വിശപ്പ്. പിന്നെ നമ്മൾ വൈറ്റിലേന്ന് തൃപ്പൂണിത്തുറയ്ക്കുള്ള ബസ് കയറി. ആ ചേട്ടൻ എൻ്റെ പൊന്നോ റോക്കറ്റ് വേഗത്തിലാണ് വണ്ടി ഓടിച്ചെന്ന് പറയായിരുന്നു. അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ എത്തിച്ചു എന്ന് തന്നെ പറയാം. ഭയങ്കര കാറ്റായിരുന്നു. നല്ല എന്താ പറയുക, എന്താ സ്പീഡ് റോക്കറ്റിലൊക്കെ പോകുന്ന പോലത്തെ ഒരു വൈബായിരുന്നു കേട്ടോ. അത്രയ്ക്ക് സ്പീഡായിരുന്നു. ഓരോ ടേണിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഈ എന്താ പറയുക, ടേണിംഗ് പോയിൻ്റ് അല്ല, ഓരോ ടേണൊക്കെ എത്തും, മീൻസ് വളവൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പേടിച്ച് പോകും. ഇടയ്ക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് ബസ്സൊക്കെ വരുമ്പോഴത്തേക്കും ഈവൻ ഞാൻ ബസ്സിൻ്റെ അകത്താണ് ഇരിക്കുന്നതെങ്കിലും ഞാനിങ്ങനെ കുറച്ചുകൂടെ അപ്പുറത്തെ സൈഡിലേക്ക് തലയായുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും, അകത്തിരിക്കുന്ന ഞാൻ എന്തിനാണോ ഈ വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നത്? ഞാൻ എന്തോ ഡ്രൈവ് ചെയ്തിട്ട് ഞാനാകുന്ന വണ്ടീനെ ഞാൻ തന്നെ സൈഡ് കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ഇത് വേറൊന്നുമല്ല കേട്ടോ, കടന്നൽ കുത്തി കൈ വീർത്തിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ എൽസ് എന്നെ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെ ദേ വീണ്ടും ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് വണ്ടി കയറി. രാജഗിരി കോളേജൊക്കെയാണ് നമ്മൾ സൈഡിൽ കാണുന്നത്. കാക്കനാട് ബസ്സായിരുന്നു കയറിയത്. അതൊക്കെ പാസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് കുറച്ച് ഇൻഫോ പാർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള സെസ്സിൻ്റെ അവിടെയാണ് നമുക്ക് പോകേണ്ടതായിരുന്നത് സ്റ്റോപ്പ്. അവിടെ ഇറങ്ങി. പക്ഷേ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഒരു വീട്ടിൽ വിരുന്ന് പോകുമ്പോൾ എന്തെങ്കിലും മസ്റ്റായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും പണ്ട് മുതലുള്ള ശീലമാണ്. പക്ഷേ നമ്മൾ അന്നേരത്തെ തിരക്കിൽ തവണക്കവിടെ നിന്ന് ബേക്കറി ഐറ്റംസ് ഓക്കെ പോട്ടെ, നമുക്ക് അപ്പുറത്ത് വൈക്കത്ത് ചെന്നിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു. അവിടെയൊന്നും നല്ല ബേക്കറി കിട്ടില്ല. അതും പോട്ടെ, തൃപ്പൂണിത്തുറയെന്ന് വരാമെന്ന് പറഞ്ഞു. പക്ഷേ തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി നല്ലതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആൻഡ് വീടിനടുത്തെത്താറായപ്പോഴത്തേക്കും കുറച്ച് ബേസിക് പലഹാരങ്ങൾ ലൈക്ക് കുറച്ച് സ്നാക്സ് വാങ്ങാൻ പറ്റിയെന്നുള്ളതല്ലാണ്ട് കാര്യമായിട്ടൊന്നും വാങ്ങാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഫ്ലാറ്റിന് താഴെ എത്തിയപ്പോൾ ആൻറ്റീനെ വിളിക്കുകയാണ്. ആൻറ്റി വന്ന് അസസ് ചെയ്ത് എന്താ പറയുക, ഓപ്പൺ ചെയ്താലേ നമുക്ക് ഉള്ളിൽ ഫ്ലാറ്റിലേക്ക് കയറാൻ പറ്റും. ആ കാണുന്ന ബ്ലൂ കളറുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ നമുക്ക് പോകേണ്ട ഫ്ലാറ്റ്.
ഞാനും എൽസും ഓൾറെഡി ഇൻഡിവിജ്വലായിട്ട് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാനൊരു 2 വർഷത്തിന് മുന്നേ വന്ന ആൻറ്റിയുടെ കൂടെ ഒരു കൊറോണ പീരീഡിൽ ഒരു 2 വീക്സ് അല്ല, ഒരു 1 വീക്സ് മേലെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ അറിയാം. എൽസും ഒരു പ്രാവശ്യം തനിയെ വന്നിട്ടുണ്ട്, പക്ഷേ സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൻ്റെ താഴത്തെത്തി. അപ്പോൾ ആൻറ്റി ഇപ്പോൾ താഴത്തോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന റെസിഡൻസിയിലുള്ള ആരെങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. 12B ഇത് കണ്ടപ്പോൾ എനിക്ക് CID മൂസ സിനിമയാണ് ഓർമ്മ വന്നത്. 12B ആയിരുന്നു നമ്മുടെ ഫ്ലാറ്റ് നമ്പർ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി. എനിക്കിവിടുത്തെ വ്യൂ ആണ് കേട്ടോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഓൾറെഡി വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം. ഭയങ്കര ഇഷ്ടമാണ്. 12 നിലയുടെ മേലെ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ കാണുമ്പോൾ ആക്ച്വലി എനിക്ക് കുറച്ച് ഹൈറ്റ് പേടിയുള്ള ആളാണ്. ഇപ്പോൾ മാറി മാറി വരുന്നു. എൽസുവിന് ഇപ്പോഴും പേടിയാണ് കേട്ടോ. ഞങ്ങൾ വന്നു, ഒരു എന്താ പറയുക, ഒരു ചെറിയ നാരങ്ങ വെള്ളവും ഒരു കട്ട്ലൈറ്റും കഴിച്ചു. എൽസൊന്നും കഴിച്ചില്ല കേട്ടോ. എൽസിന് നോമ്പായിരുന്നു, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെറസിൻ്റെ മേലെ നിൽക്കുകയാണ്. ആൾ പേടിച്ച് വരച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ റൂമിലേക്ക് വന്നു. റൂമിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കൊച്ചു വർത്താനം എന്ന മെയിൻ ടാസ്കിലേക്ക് പോകണം. നീ കഴിക്കാനിരുന്നു കേട്ടോ. ഇതിൻ്റെ കുക്കിംഗ് അടിപൊളിയാണ്, എല്ലാം വെറൈറ്റിയാണ് കേട്ടോ. അതിലും ഇത് നസ്രാണി, ഉള്ളിയും പച്ചമുളകും ഒക്കെ അടിച്ച് എണ്ണയും ഇട്ട് ഉപ്പിട്ട് എടുക്കുന്ന കറിക്ക് നസ്രാണി എന്നാണ് പറയാറുള്ളത്. അത് അങ്കിളിൻ്റെ ഡയലോഗാണ് കേട്ടോ. അവരപ്പൊടിയിൽ മാത്രം ഉണ്ടാക്കിയൊരു മാങ്ങാച്ചാറും പിന്നെ നത്തോലി അച്ചാർ, അതായത് നമ്മുടെ കൊഴുവാച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റായിരുന്നു. വയറ് നിറച്ച് ഞാൻ കഴിച്ചു. നിങ്ങളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുന്ന ഫുഡ് നന്നായിട്ട് കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആൻറ്റിയുടെ തിയറി. നമ്മളെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല കേട്ടോ. മുന്നേ ഞാൻ അവിടെ നിന്നപ്പോഴും എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഫ്രീഡവും ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന മോശമല്ലേ. ഞാൻ അത്യാവശ്യം ആൻറ്റീൻ്റെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ പണികളൊക്കെ ചെയ്ത് കൊടുക്കും, ലൈക്ക് പാത്രം കഴുകൽ, തൂത്തുവാരൽ. അങ്ങനെ എങ്ങാനും കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ആൻറ്റിക്ക് സങ്കടമാകും. അന്നേരം ഒരു ഡയലോഗ് പറയും, നിന്നെ ഞാനിവിടെ വീട്ടുപണിക്ക് കൊണ്ടുവന്നല്ല, നിനക്കിവിടെ വെക്കേഷൻ ആഘോഷിക്കാനായിട്ടും എൻ്റെ കഥകൾ കേട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുമായിട്ട് കൊണ്ടുവന്ന, പണിയെടുപ്പിക്കാനല്ല. വീഡിയോ എടുക്കാം, ഇതൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഞാനാണെങ്കിൽ അന്ന് പാലത്തേന്ന് വെള്ളത്തിൽ പോയ കഥ അതൊക്കെ എനിക്ക് മനപ്പാടാ. അയ്യോ വേറെ രസം ജോയിച്ചനെ ഇവിടെ ഒരു ആൽബം ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മച്ചിയുടെ പണ്ടത്തെ ഞാൻ ഓരോ ഫോട്ടോയിൽ എടുത്തിട്ട് അതിന്റെ ശകലനൊക്കെ കൊടുത്തിട്ടുണ്ട് അടിയിൽ. അപ്പം ഒരു ഫോട്ടോയിൽ ഈ മാതി പിടിച്ചിട്ട് പിന്നെ വീട്ടിലെ ജെസ്സിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ജെസ്സി നടന്നു വരിക കല്യാണം കഴിഞ്ഞിട്ട്. ഇത് പിന്നെ ചിറ്റപ്പന്റെ മോളുടെ കല്യാണ ഫോട്ടോയാണ്. പള്ളി അടുത്തല്ല, വീട്ടിലോട്ട് നടന്നാ പോയത് പള്ളിയിൽ കല്യാണം കഴിഞ്ഞിട്ട്. അതുപോലെ കല്യാണ പെണ്ണാ ഒക്കത്ത് വെച്ചോണ്ടാണ് കല്യാണത്തിന് വന്നത്. തൈക്കാടിശ്ശേരി പള്ളിപ്പുറത്ത് പള്ളി വരെ നടന്നു. അമ്മച്ചിയാണ് കൊച്ചുങ്ങളെ ഒട്ടും നടപ്പില്ലല്ലേ അങ്ങനെ പറഞ്ഞു. അപ്പൊ ചോദിച്ചിട്ട് അതൊക്കെ എഴുതിച്ചേക്ക്. സത്യല്ലേ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമല്ലേ? നോക്കണ്ടേ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമല്ലേ? അപ്പൊ അമ്മച്ചി പറഞ്ഞെന്ന് പറഞ്ഞു. ഞാനും നേരെ എടുത്തോണ്ട് ഞാനാണ് കൊച്ചിനെ എടുത്തപ്പോഴും ഒക്കെ വെച്ചോണ്ട് പള്ളി വരെ ഞാനാ കൊണ്ടുപോയി. അടിപൊളി നോക്കിക്കൊണ്ടിരുന്ന അമ്മച്ചിയാണ് കൊച്ചിന്. ഏതാണ്ടും പിന്നെ സാറിനെ ഏർപ്പെടുത്തി, ഏതാണ്ട് പിന്നെ ട്യൂഷൻ ഇംഗ്ലീഷിനോ കണക്കിന്. അപ്പം അമ്മച്ചി പറഞ്ഞു എന്നോട് എനിക്ക് പറ്റിയൊന്നുമില്ല, അയാളുടെ അടുത്ത് പോയി പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പഠിത്തം നിർത്തിയിട്ടുണ്ട്. 6ാം ക്ലാസ് വരെ വിട്ടു. 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ ജോലിയല്ലേ. അന്നത്തെ കാലാണേ, എത്ര വർഷങ്ങൾക്ക് മുമ്പല്ലേ. 7 പാസ്സായ സാറാണ്. എന്നിട്ട് 6ാം ക്ലാസ് വെച്ച് ഇപ്പൊ ഏതാണ്ട് വിഷയത്തിന് മാർക്ക് വന്നപ്പോഴേ അപ്പൻ ഒരു ട്യൂഷൻ മാസ്റ്റർ ഏർപ്പെട്ടു. ട്യൂഷൻ മാസ്റ്റർ ഞാനിങ്ങനെ കൊണ്ട് പോയി ഇറങ്ങും എന്നും പറഞ്ഞു നിർത്തി. എന്നിട്ട് വീട്ടിൽ നിന്ന് പള്ളിപ്പുറം പള്ളി വരെ കഴിഞ്ഞു. 1.5 മണിക്കൂർ ഉറപ്പെങ്കിലും കൊണ്ട് പള്ളിപ്പുറം പള്ളി വരെ. പിന്നെ അതെല്ലാം കൊണ്ട് ഈ കൊല്ലപ്പനല്ലേ മുഴുവൻ നോക്കിക്കൊണ്ട് അല്ല ഉജ്ജ ഭരണി വന്നിട്ട് വള്ളം കൊണ്ടുവന്ന് വള്ളത്തേക്ക് ഇട്ടിക്കൊണ്ടുപോയി. തോമസിനെ ഭരണി ഉജ്ജ ഭരണി
കുറച്ച് ഒച്ച പറയോ? അതെങ്ങനെ അതെങ്ങനെ പൂട്ടത്? ഓ ഇടനാഴി. കാരണം അന്ന് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞാൽ മീൻ പറ്റിച്ചെടുക്കണം. ഒരാഴ്ചക്ക് മുമ്പ് മീൻ പറ്റിച്ച് വെക്കും കല്യാണത്തിനൊക്കെ. എന്നിട്ട് അനക്കാതെ വെക്കുക. അതൊക്കെ ഭരണിക്കകത്താക്കി വെക്കും അല്ലേ? ഭരണിക്കകത്ത് അടച്ചു വെക്കും. മോര് കാച്ചിയത് മറ്റേ വലിയ ഭരണി ഇതൊക്കെ എടുത്ത് കലവറ. കലവറയല്ലേ ഭക്ഷണ സാധനങ്ങള്? ഇപ്പൊ കലവറയായത് പണ്ടത്തെ നിലവറ. ഓ ആ ആ ആ അതോ ഒരു ഫ്രിഡ്ജ് പോലെ ആണ്. അതിന്റെ അകത്ത് ഒരു പ്രത്യേക ഒരു അപ്പൊ കഴിക്കാൻ പോകുന്നവർക്ക് കഴിച്ചിട്ട് കിടക്കാം. കഴിക്കാൻ പോകുന്നവർക്ക് കഴിച്ചിട്ട് അവിടെ കിടക്കാം. പടിഞ്ഞാറും ഉണ്ടായിരുന്നു. പടിഞ്ഞാറത്തെ വീട്ടിലില്ല. രാഘവൽപ്പന്റെ വീട്ടിൽ പഴയ പരിക്കകത്ത്. എനിക്ക് അമ്മക്ക് ഇങ്ങനെ പേടിയാണ് അതിനകത്ത് കയറി ചെല്ലാൻ. ഇരുട്ടായതുകൊണ്ട് അപ്പൊ എങ്ങനെ റാന്തലും കൊണ്ട് പോവുക? ഒരു മുറി പ്രത്യേകം അവിടെയാണ് ഈ നിലവറ. നിലവറയുടെ അടപ്പ് അത് നമ്മൾ മച്ചിന്റെ അടപ്പ് തുറക്കുന്ന പോലെ അത് തുറന്നിട്ടാണ് ഇതിന്റെ അടപ്പ് അങ്ങനെയായിരുന്നു. അതന്നെ നിങ്ങളെ പറയുന്നത് ഫേമസ് ആയി. ഓരോരും വലിയ വള്ളത്തേക്ക് കൊണ്ടുപോയിട്ട് ഓൾക്കാരൊക്കെ ഇതായി പോയി. വള്ളം തള്ളി കഴിയുമ്പോൾ 25 പേര് പിടിച്ചാണ് കൊണ്ടുപോയ പറ്റി പറഞ്ഞു. അതിന് ആ ഭരണിക്കകത്ത് മുഴുവൻ അത്രയും മാങ്ങയിട്ട് ഉപ്പും മാങ്ങയിട്ട് വയ്ക്കും. ഇതെന്തെടുക്കും? എന്നിട്ട് എന്തെടുക്കും? എല്ലാവർക്കും കൊണ്ടുപോയി എല്ലാ മക്കളും മാറിക്കൊടുക്കും. പിന്നെ കൊറേ മാവുണ്ടായിരുന്നു അപ്പൊ നിങ്ങക്ക്? എല്ലാ വീട്ടിലും പഴുത്ത് വീഴുണ്ട്. ചെറിയ മാങ്ങാട് അത് പഴുത്താലേ മധുരപ്പെടുക്കാന്ന് ആ കുളത്തിൽ ആ കൊല്ലാൻ പോയപ്പോഴാണ് താന്ന് പോയിട്ട് ഇച്ചാച്ചൻ പുറത്ത് കൊയ്ക്കാൻ പോയി. ഇച്ചാച്ചൻ അതിലെ കൂടെ അതിൽ വായിക്കിട്ട് നടന്നു പോകുമ്പോഴാണ് അതിലെ കൂടി എനിക്കറിയില്ല. ഈ പാലക്കപ്പറമ്പിലെ കുളമില്ലേ, അവിടെ ഞാൻ കുളിച്ചിട്ടുണ്ട് കുഞ്ഞിലെ. ഇതുണ്ടല്ലോ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കുളിക്കാൻ വിടില്ല. ണ്ടല്ലോ എനിക്ക് സംസാരിക്കാനും നല്ല നല്ല വർത്തമാനങ്ങൾ കേൾക്കാനും പറയാനും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇവർ പറയുന്ന പല കഥകളും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെക്കേഷൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ അമ്മ വീട്ടിലാണ്. അതായത് ഇവരുടെ സ്റ്റോറികളൊക്കെ നടക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ, അവിടുത്തെ കുളവും തോടും എല്ലാം. ഇതിലുള്ള പല സ്റ്റോറികളും ഒരു 150 തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും ബോറടിപ്പിക്കില്ല കേട്ടോ. ഓരോ തവണ പറയുമ്പോഴും ഞാനും അവരെ ഡിസപ്പോയിൻറ്റഡ് ആക്കാറില്ല. മരത്തെ കേട്ടിട്ട് ആ ആളെ വിളിക്കാൻ പറ്റും. ആരില്ലാത്ത വെള്ളത്തിന് വിളിച്ചുകൊണ്ട് ഒന്ന് ഓതളത്തെ കെട്ടിട്ടുണ്ട്. ഒരു തല്ല് തുടങ്ങിയിരുന്നു ഞങ്ങളുടെ അടുക്കള. അവസാനം എല്ലാം കഴിഞ്ഞ് പോരാറായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞേ തങ്കപ്പ ചേച്ചിനെ വിളിച്ച്, ചേച്ചി എൻ്റെ ചെരുപ്പ്, ചേച്ചി ഒരൊറ്റ ചിരി കേട്ടാ. തങ്ക ചേച്ചി ഭയങ്കര ചിരി. എൻ്റെ ചെരുപ്പ് ആരാണ്ട് എടുത്തോണ്ട് പോയി. ഇവിടെ ഒരു പൊട്ടച്ചെരുപ്പ് എളുപ്പമുള്ളത്. ചേച്ചി പറഞ്ഞു ഭയങ്കര ചിരി. ഞാൻ പറഞ്ഞു എന്താ ചിരിക്കണം? നിന്റെ ചെരുപ്പ് എവിടെ കിടപ്പുണ്ട്? ഇട്ടോണ്ട് പോയത് പൊട്ടച്ചെരുപ്പാ. നാട്ടുകാര് നല്ല
ഏതായാലും ഇതെങ്കിലും ഇരിക്കട്ടെ. മറ്റേ ജോർജ് പറഞ്ഞ് കുഞ്ഞമ്മ എടുത്തിട്ടുണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഇരിക്കുമ്പോഴാണ് ഞാൻ പോകുന്നത്. പെരുന്നാളിന് പോയി ഓട്ടോയ്ക്കാണ് നടന്നാണ് ഓട്ടോയ്ക്ക് പോയി. ഞാൻ എന്നിട്ട് ചെരുപ്പ് ഊരി ഇട്ട് വെച്ച് ഞാൻ ഇന്നെടുത്ത വെച്ചത് പള്ളിയിൽ പോയി. ഞാൻ ചെരുപ്പ് നോക്കിയിട്ട് കാണിട്ട് കപ്പിയോട് പറഞ്ഞു എനിക്ക് എൻ്റെ ചെരുപ്പ് ഉണ്ടല്ല. കപ്പിയോട് പറഞ്ഞു ഈ പള്ളിയിൽ അങ്ങനെയാണ് എവിടെ ഇട്ട് വെച്ചു. അപ്പോൾ വേറെ ചോദിച്ചു എൻ്റെ ചെരുപ്പ് ഉണ്ടല്ല. എൻ്റെ കൊച്ചു എൻ്റെതും കണ്ടില്ല, എനിക്കൊരു വലിയക്കാട്ടുകൊണ്ടാണ് കിട്ടിയത് ആ രണ്ടിൻ്റെ. ഞാൻ എന്നിട്ട് എടുത്തില്ല, ഞാനോട് ഇട്ട് വെച്ചും പോന്നു. അപ്പം ചേച്ചി ചെരുപ്പില്ലാതെ ഞാൻ എങ്ങനെ പോകുന്നു പറഞ്ഞു. എന്നാലും ഇത് ആരും ചെയ്തു. എന്നിട്ട് ചിമിറ്റേരി പോയവരുടെ കാലയിലൊക്കെ ചെന്ന് നോക്കി കുറേ നോക്കി മാറ്റി നോക്കാൻ ഞാൻ ഭാഗ്യം കുഴി. അവസാനം പിന്നെ ചേച്ചി ഇതെനിക്ക് ഇത് ഇല്ലാതെ പോരാൻ പറ്റുമെന്ന് ഓർത്ത് മനസ്സിലെ ഒരു കണക്കിന് ഞാൻ ഇട്ട് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ വീട്ടിലിരുന്ന എൻ്റെ ചെരുപ്പ് തന്നെയായിരുന്നു. വീട്ടിൽ കിടക്കുന്ന നല്ല ചെരുപ്പ്. എന്നിട്ട് ഞാൻ വീട്ടിലിരുന്ന ചെരുപ്പ് ഞാൻ ഓർക്കണുണ്ടല്ലോ. പിന്നെ എങ്ങനെ ചേച്ചി കിടന്ന് ചിരിയോട് ഞാനും എൻ്റെ തിട്ട മാറ്റിയിട്ട് ഇതായിരുന്നു എന്നൊക്കെ ആവശ്യം ഓടുന്നുണ്ടായിരുന്നു. പറഞ്ഞു എൻ്റെ ചെരുപ്പ് ഇങ്ങനെ പോയി നോക്കുമ്പോൾ വീട്ടിലിരുന്ന് എൻ്റെ ചെരുപ്പ് ഇല്ല, അതാണ് ഞാൻ ഇട്ടിട്ട് ഇതന്നെ സംഭവം. എന്നിട്ട് ചേച്ചി പറഞ്ഞു കൊണ്ടുവരുന്നു. പിന്നെ ഡയലോഗ് പറഞ്ഞു തന്നോണ്ട് ഞാനത് കാച്ചിട്ട് പോകും. അതേപോലെ ആണക്കടായി എടുത്തോണ്ട് പോരാൻ പറ്റും. എടുത്തോണ്ട് പോയി. അപ്പൊ പിന്നെ എന്നോട് കപ്പിയേര് പറഞ്ഞു. ഇപ്പൊ എന്നൊരു കാര്യം ചേച്ചി ഉള്ളത് എടുത്തോണ്ട് പോരാൻ എന്നോട് കപ്പിയേര് പറഞ്ഞു. അപ്പൊ എനിക്ക് എടുത്തോണ്ട് പോകാല്ലേ. പിന്നെ അത് തന്നെ ഇവളും ചെയ്താലേ. മാറിട്ട് എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും, അതൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൊണ്ടിരുന്ന് ആവേശം സിനിമ കണ്ടു കേട്ടോ. നല്ല അടിപൊളി പടമായിരുന്നു. ഒരു തിയേറ്ററിൽ പോയി എഫക്റ്റ് കിട്ടാൻ വേണ്ടി ആൻറ്റി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫുൾ എന്താ പറയുക കർട്ടൻസൊക്കെ ഇട്ടിട്ട് ആ ഒരു മൂവി എഫക്റ്റിൽ തന്നെയാണ് കേട്ടോ കണ്ടത്. നല്ല മൂവി ആയിരുന്നു. ഇടയ്ക്ക് ചെറുതായിട്ട് ഉറങ്ങിയൊക്കെ പോയി. രംഗാണനെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഉറങ്ങില്ല കേട്ടോ, ആൻറ്റി മാത്രം ചെറുതായിട്ട് ഉറങ്ങി. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരുന്ന് കഥ കാണുമായിരുന്നു. അതെ നമ്മുടെ ചായയും കപ്പവറയൊക്കെ അതിൻ്റെ ഇടയിൽ വന്നു. അങ്ങനെ അതും കഴിച്ച് ഫുൾ ഒരു മൂവി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആളെപ്പോഴും ആക്റ്റീവായിരിക്കും. എന്താ പറയുക, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കാണുക. എൻ്റെ ചാനൽ തന്നെ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ ചാനൽ ടി വിയിൽ കാണുമെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ടി വിയിൽ വരുമെന്ന് പറഞ്ഞല്ലേ, ഇത് ടി വിയിൽ വന്നിട്ടുണ്ട്. മുന്നേ പറഞ്ഞ പോലെ കഴിപ്പിച്ച് കൊല്ലുകയാണ് വീണ്ടും. രണ്ടെണ്ണം വാതിലടയ്ക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ കുരിശ് വരയ്ക്കാനിരുന്നു. കുരിശ് വര കഴിഞ്ഞ് നേരെ അത്താഴത്തിലേക്കും. ഇത് അത്താഴമാണെന്ന് ഞാൻ പറയേണ്ടി വരുമല്ലോ. ഇങ്ങനെ നോക്കിയപ്പോ തീയാളൊന്നും അവിടെ മരിച്ചിട്ട് അറിയുന്നില്ല. ദഹിപ്പിച്ചോണ്ടിരിക്കുന്നു. ദഹിപ്പിക്കുന്നത് ആണെന്ന് പറഞ്ഞാ തീയ അറിയാം. അതും പറഞ്ഞു അപ്പൊ അത്രയ്ക്ക് താമസിച്ചാണോ ദഹിപ്പിച്ചവര്? അത് ദഹിച്ച് കിട്ടണ്ടേ. ഓ അത് പെട്ടെന്ന് ദഹിക്കല്ലേ. അവർക്ക് ചൂറ്റി ഓരോരുത്തരും കുത്തി കൊടുക്കുമല്ലേ. എന്നിട്ട് ഞാനെന്നിട്ടില്ലേ പിന്നെ കിടക്കാൻ പറ്റില്ല. പേടിച്ച് അങ്ങനെ നിങ്ങൾക്ക് കണ്ടു പേടി. ഇത് കണ്ടപ്പോ പേടിയെ. പിന്നെ എനിക്കാണെങ്കിൽ വിറക്കലോ ഇതൊക്കെ ഭയങ്കര വിഷമം. എന്നിട്ട് പിന്നെ അമ്മച്ചി കുരുത്തോലയെല്ലാം കത്തിച്ചോണ്ട് വന്ന് അതെല്ലാം തേങ്ങത്തൊക്കെ വാരി പൂശിക്കൊണ്ടൊക്കെ. എന്നിട്ട് എങ്ങനെയാ എന്തെങ്കിലും അസുഖം വന്നാലും ഉടനെ കുരുത്തോല കിട്ടും. കുരുത്തോല കത്തിച്ചോണ്ട് വന്ന് ചാരമൊക്കെ വാരി പൂശും നമ്മുടെ ദേഹത്തൊക്കെ. പേടിക്കാതിരിക്കാൻ നമ്മുടെ തലേന്നൊരു അടി വലിയ വാക്കത്തെ കൊണ്ടുപോയി കേട്ടാനും ഓട്ടമുണ്ടായിരിക്കും. കൊച്ചിനും ഓട്ടമുണ്ടായിരിക്കും. രാത്രി സമയം 1 മണി. ഇവിടെ കഥകളും അത്താഴവും കഴിഞ്ഞ സമയമാണ്. അതൊക്കെ ഞാൻ യൂട്യൂബിൽ വരുമ്പോൾ കണ്ടു. രാത്രി 1 മണി ആയപ്പോഴത്തേക്കാണ് പുരാണം.
ഇനി ഇവിടെ തന്നെ ഇരുന്ന് കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് എണീക്കാം. പള്ളിയിൽ പോകാൻ ആ പള്ളിയിൽ പോകാം. അത് കഴിഞ്ഞ് ശരിയാ.